നീലകണ്ഠൻ നമുക്കൊപ്പം ചേരുകയാണ്. സർ നമസ്കാരം. ഇപ്പോൾ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവാണ് പുറത്തു വരുന്നത്. 12 പ്രതികൾക്ക് ജീവപര്യന്തമാണ്. അതിൽ 16-ാം പ്രതിക്ക് നേരത്തെ 3 മാസമായിരുന്നു ശിക്ഷ. ഇതിപ്പോൾ 1 വർഷമായി തടവ് ശിക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1-ാം പ്രതിയെയും 4-ാം പ്രതിയെയും 11-ാം പ്രതിയെയും വെറുതെ വിടുകയാണ്. കേരളത്തിനാകെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു കേസാണ്. നമ്മളെല്ലാവരും നിരാശയോടുകൂടി തലകുലിച്ചിരുന്ന ഒരു കേസാണ്. അർഹമായ ഒരു ശിക്ഷാവിധി പ്രതികൾക്ക് മേൽ ചുമത്തപ്പെടണമെന്നുള്ളത് കേരളം ആകെ ആഗ്രഹിച്ചതുമാണ്. ഇപ്പോൾ ഈ ഒരു വിധി പുറത്തു വരുമ്പോൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തൃപ്തികരമാണോ? തൃപ്തികരം എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ലെങ്കിലും 1-ാം പ്രതി ഒഴിച്ച് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ശിക്ഷ ജീവപര്യന്തമാക്കി എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വാഭാവിക നീതിയാണ്. ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് ജീവപര്യന്തമെങ്കിലും കിട്ടുക എന്നത്, തൂക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ജീവപര്യന്തമെങ്കിലും കിട്ടുക എന്നത് പ്രോസിക്യൂഷനും വീട്ടുകാരും എല്ലാവരും ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. അത്രത്തോളം അത് വളരെ നീതി തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതുപോലെ മധുവിന്റെ അമ്മയ്ക്ക് പൈസ കൊണ്ട് ഒരു മകന്റെ ജീവന് പകരം വെക്കാനാവില്ല എങ്കിലും അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. വലിയ തോതിൽ കുറെ വർഷങ്ങളായി 6-7 വർഷമായി അവര് പീഡനം, പല രൂപത്തിൽ സാമൂഹ്യമായ പീഡനങ്ങൾ, സമ്മർദ്ദങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പൊതുസമൂഹത്തിൽ നിന്ന് അവർക്ക് വേണ്ടത്ര പിന്തുണ കിട്ടിയിട്ടില്ല. വളരെ പരിമിതമായ തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളും ആളുകളുമാണ് അവരെ പിന്തുണച്ചത്. മാധ്യമങ്ങളുടെ പിന്തുണ ഒരു പരിധിവരെ അവർക്ക് ഒരു ഘട്ടത്തിൽ ഉണ്ടായി എന്നത് ഞാൻ നിഷേധിക്കുന്നില്ല. അത്രയും അനീതിയാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. അപ്പൊ തീർച്ചയായിട്ടും 1-ാം പ്രതിയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നത് വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അപ്പീൽ പോകേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റു പ്രതികളുടെ കാര്യത്തിൽ 4-ഉം 11-ഉം പ്രതി മുമ്പേ വെറുതെ വിട്ടതാണ്. അതിപ്പോൾ വീണ്ടും വെറുതെ വിടാണ്. കാരണം 7 വർഷം തടവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ലാത്ത ശിക്ഷയാണ്. കാരണം ഇതിനകത്ത് തന്നെ അവർ ജയിലിൽ കിടന്ന കാലവും മറ്റു മുടക്കുകളും പരിഗണിച്ചാൽ അവർ നാളെ മുതൽ ഫ്രീ ആവും. ജീവപര്യന്തമാവുമ്പോൾ അത് കുറെ കൂടി നീണ്ടുപോകും. മാത്രമല്ല, ഈ പ്രതികൾ പുറത്തു വരിക എന്നത് അമ്മയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിന് വലിയ ഭീഷണിയാണ് എന്ന ഒരു കണക്കിലെടുക്കും. തീർച്ചയായും ഇപ്പോൾ ലഭിച്ച നീതി രാവിലെ നമ്മൾ കേട്ട വിധിയേക്കാൾ വളരെ മെച്ചപ്പെട്ട നീതിയാണ്. രാവിലെ മറ്റുള്ളവരുടെ ശിക്ഷാവിധി പ്രസ്താവിച്ചിരുന്നില്ല. അപ്പൊ തന്നെ നിങ്ങൾ റിപ്പോർട്ടർ ടി ചാനലിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവരുടെ ശിക്ഷാവിധി കൂടി വന്നിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. 1-ാം പ്രതിയുടെ കാര്യത്തിൽ ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളിൽ കുറെ നീതി കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കാം. ശരി, വളരെ നന്ദി. ശ്രീ CR നീലകണ്ഠനാണ് ഇപ്പോൾ പ്രതികരിച്ചത്.